അദ്ദേഹത്തിൻ്റെ പേര് ഇമാൻ ഇബ്നു അംർ. അദ്ദേഹം ബദറിലെയും ഒഹദിലെയും ഖന്തക്കിലെയും അതുപോലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ നബിയുടെ കൂടെയുള്ള പടയാളിയായിരുന്നു. പ്രവാചകന്റെ സന്തത സഹചാരികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സഹോദരിയാണ്. അദ്ദേഹം പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റു പല സഹാബിമാരോടും തമാശ ചെയ്യുന്ന പ്രാങ്ക് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു. പ്രവാചകൻ അത് പലതവണ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, മദീനയ്ക്ക് പുറത്തുനിന്ന് വലിയൊരു കച്ചവട സംഘം വളരെ വിലയേറിയതും വിചിത്രവുമായ പഴങ്ങൾ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അത് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് താങ്കൾക്കുള്ള സമ്മാനമാണ്. നബി അത് ആസ്വദിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. എപ്പോഴൊക്കെ കച്ചവടക്കാരൻ അതിൻ്റെ പണത്തിനായി നോമാൻ എൻ്റെ അടുത്ത് ചെന്നാലും സഹാബി പറയും, ഞാനല്ല അത് കഴിച്ചത്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂ എന്ന്. ഈ കച്ചവടക്കാരൻ നബിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആ പഴങ്ങളുടെ പണം തരണം. നബി ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അതെനിക്ക് സമ്മാനമായി കിട്ടിയതാണ്. എന്നിട്ട് പ്രവാചകൻ നോമാനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ചോദിച്ചു, നോമാൻ, ഇത് നിങ്ങൾ എനിക്ക് സമ്മാനമായി തന്നതല്ലായിരുന്നോ? നോമാൻ മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഈ പഴം ആദ്യം താങ്കൾ കഴിക്കണമെന്ന് എനിക്ക് തോന്നി, കാരണം താങ്കളാണ് ഇതിന് ഏറ്റവും അർഹൻ. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിനുള്ള പണമില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആ പണം അദ്ദേഹത്തിന് കൊടുത്തേക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചിരിച്ചു, പിന്നെ അദ്ദേഹത്തിന് പണം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതിനും വലിയ ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ മറ്റൊരാളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അതൊരു നാടോടി മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ പ്രവാചകന്റെ വീടിന് മുമ്പിൽ അദ്ദേഹം കെട്ടിയിരുന്നു. സ്വഹാബികൾക്കറിയാം നോമാൻ റളിയല്ലാഹു അൻഹുവാണ് തമാശ കാണിക്കുകയെന്ന്. അവർ നോമാനോട് പറഞ്ഞു, നോക്കൂ, അവിടെ ഒട്ടകമുണ്ട്. നോമാൻ ആ ഒട്ടകത്തെ അറുത്തു, എന്നിട്ടൊരു വിരുന്നൊരുക്കാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ പ്രവാചകന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം നിലവിളിച്ചു, എൻ്റെ ഒട്ടകം എവിടെ പോയി, എൻ്റെ ഒട്ടകം എവിടെ പോയി? പ്രവാചകൻ സഹാബികളോട് ചോദിച്ചപ്പോൾ സഹാബികൾ മറുപടി, ഒട്ടകം എവിടെ പോയി? നോമാൻ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തെ കൊണ്ടുപോയി അറുത്തു. എന്നിട്ട് നോമാൻ ഒരു കിടങ്ങിൽ ഒളിച്ചിരിക്കുകയാണ്, ദേഹമാസകലം ചളി കൊണ്ടും പണോല കൊണ്ടും മറച്ചുകൊണ്ട്. പ്രവാചകൻ കിടങ്ങിനടുത്ത് ചെന്ന് അദ്ദേഹത്തെ പുറത്തെടുത്ത് മുഖത്ത് നിന്നും ചളിയൊക്കെ മാറ്റി. പ്രവാചകൻ നോമാൻ്റെ കൂടെ ചിരിക്കുകയായിരുന്നു. ഒടുവിൽ പ്രവാചകൻ തന്നെ ഏറ്റെടുത്ത് ആ മനുഷ്യന് ഒട്ടകത്തിൻ്റെ വിലയും അതിനധികവും നൽകി. എന്നിട്ട് പ്രവാചകൻ ആ അറുത്ത ഒട്ടകത്തിൻ്റെ വിരുന്നിൽ പങ്കുചേർന്നു. പ്രവാചകൻ നോമാന്റെ തമാശകളെയും സഹാബികൾക്കിടയിൽ ഉണ്ടായ ചിരികളെയും ഒക്കെ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഉമ്മു സലാമ റളിയല്ലാഹു അൻഹു വളരെ തമാശയേറിയ ഒരു ഹദീസ് വിവരിക്കുന്നു. അവർ പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം നുഅ്മാനെയും പിന്നെ സുവൈബത്ത് ഇബ്നു ഹർമല എന്ന മറ്റൊരു സഹാബിയെയും കൂടെ കൂട്ടുന്നു. അദ്ദേഹം സുവൈബത്തിനെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞ ശേഷം നുഅ്മാൻ സുവൈബത്തിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്കല്പം ഭക്ഷണം തരാമോ എന്ന്. സുവൈബത്ത് അതിന് മറുപടി പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് അനുവാദം തരാതെ ഈ ഭക്ഷണത്തിലൊന്നും തൊടാൻ പോലും പാടില്ല. നുഅ്മാന് ദേഷ്യം വന്നു. നുഅ്മാൻ തൻ്റെ പ്രതികാരം സുവൈബത്തിനോട് മറ്റൊരു രീതിയിൽ വീട്ടാൻ തീരുമാനിച്ചു. അദ്ദേഹം വഴിയിലൂടെ പോകുന്ന ഒരു കൂട്ടം യാത്രക്കാരോട് പറഞ്ഞു, നോക്കി, എൻ്റെ കയ്യിൽ ഒരു അടിമയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിളിക്കാം. അവർ അറബിയാണ്, വളരെ ബുദ്ധിമാനാണ്. പക്ഷെ നിങ്ങൾ അയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം താൻ സ്വതന്ത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറയും. നിങ്ങൾക്ക് അയാളെ വേണമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്ന് കേട്ടപ്പോൾ ഞാൻ 10 ദിർഹത്തിന് വിളിക്കാമെന്ന് നോമാൻ പറഞ്ഞു. അദ്ദേഹം അവരെ ശുഐബത്തിന് അടിച്ച് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവർ ശുഐബത്തിനെ മേൽ ചാടി വീണ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്ന് ശുഐബത്ത് ഉറക്കെ കരഞ്ഞു പറഞ്ഞു. നിന്റെ ഉടമ പറഞ്ഞിരുന്നു നീ ഇത് പറയുമെന്ന് അവർ മറുപടി പറഞ്ഞു. നോമാൻ അവിടെ ഇരുന്ന് ഒന്നും പറയാതെ ചിരിക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ നോമാനെയും മറ്റുള്ളവരെയും കണ്ടുകൊണ്ട് ശുഐബത്ത് എവിടെയെന്ന് ചോദിച്ചു. അവർ അബൂബക്കറിനോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അവർ ആ സംഘത്തെ തേടി ഇറങ്ങി. അബൂബക്കർ അവരുടെ പണം തിരികെ നൽകി ശുഐബത്തിനെ മോചിപ്പിച്ചു. പിന്നീട് യാത്രയ്ക്ക് ശേഷം അവർ പ്രവാചകന്റെ മുമ്പിൽ മടങ്ങിയെത്തിയപ്പോൾ ഉമ്മു സലാമ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകന്മാരും അനുചരന്മാരും ആ സംഭവത്തെ ഓർത്ത് ഒരു വർഷത്തോളം ചിരിച്ചിരുന്നു എന്ന്. ഇത് പ്രവാചകന്റെ വഫാത്തിന് ശേഷവും തുടർന്നിരുന്നു. നുഅ്മാന്റെ സമൂഹത്തിനകത്ത് ഒരു പ്രത്യേക പദവി തന്നെ നിലനിന്നിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള തമാശകൾ പ്രതീക്ഷിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം മറ്റൊരു വലിയൊരു തമാശ കാട്ടി. അവിടെ പള്ളിയിൽ ഒരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കണം. എന്തായാലും ആരെങ്കിലും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകണം. നുഅ്മാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അദ്ദേഹത്തെ പള്ളിയുടെ മറ്റൊരു വശത്തേക്ക് തന്നെ കൊണ്ടുപോയി. അദ്ദേഹം മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ഓടി വന്നു. അദ്ദേഹം പേടിച്ചുപോയി. എന്നിട്ട് ചോദിച്ചു, ആരാണ് എന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ? അത് നുഅ്മാൻ ആയിരിക്കുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു. നുഅ്മാൻ എവിടെ? എനിക്കയാളെ ഒരു പാഠം പഠിപ്പിക്കണം. ആരെങ്കിലും എന്നെ ആരോട് അടച്ചു കൊണ്ട് ചെന്നാക്കൂ എന്ന് വൃദ്ധൻ പറഞ്ഞു. ആ സമയം നുഅ്മാൻ തിരിച്ചു വന്നു. എന്നിട്ട് ശബ്ദം മാറ്റി സംസാരിച്ചു, നിങ്ങൾ നുഅ്മാൻ അന്വേഷിക്കുകയാണോ?
അതെ. നോമാൻ അദ്ദേഹത്തിൻ്റെ ശരിയാണോ? അതെ. അവൻ്റെ അടുത്ത് കൊണ്ട് ചെന്നാക്കി. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേരെ ചാടി വീണു. മറ്റുള്ളവർ ഉസ്മാനെ മാറ്റാൻ ശ്രമിച്ചു. ഉസ്മാന് കാര്യം മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ചിരിച്ചു. ഈ സമയം നോമാൻ ഓടി രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ നമുക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഉപാധികളോടെയെങ്കിലും തമാശ ആസ്വദിക്കുന്നവരായിരുന്നു. നോമാൻ അങ്ങേയറ്റത്തുള്ള തമാശ കാണിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ പരിധി അറിയാമായിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തിൽ നിന്ന് അതുപോലുള്ള തമാശകൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് കാരണം പണം കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അടുത്തുണ്ടാവുക എന്നത് വളരെ രസകരമായ ഒന്നാണ്. നമ്മുടെ ദീനിൽ ചിരിയുണ്ട്. പ്രവാചകൻ പുഞ്ചിരിക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അദ്ദേഹം തമാശയ്ക്ക് പോലും കള്ളം പറഞ്ഞിരുന്നില്ല. നമുക്ക് നമ്മുടെ സമുദായത്തിലെ വ്യത്യസ്ത സ്വഭാവങ്ങളെ അഭിനന്ദിക്കാം. എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാം.